എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. സന്തോഷമുള്ളത് അഴീക്കലാണ്. കാരണം അഴീക്കൽ തീരത്തു നിന്ന് ഏകദേശം 44 നോട്ടിക്കൽ മൈൽ അപ്പുറവും എന്തോ ആണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സന്തോഷ്, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വലിയ ജാഗ്രതയിലാണോ തീരദേശമുള്ളത്? മനു, കണ്ണൂർ അഴീക്കലിനും തലശ്ശേരിക്കും ഇടയിൽ പുറം കടലിൽ 82 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം, തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂരിൻ്റെ തീരദേശ മേഖലയിലും ജാഗ്രത തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചത് കൊണ്ട് തന്നെയുള്ള ഈ കടൽ ജലത്തിൻ്റെ മലിനീകരണം, അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഈ മേഖലയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവിടെ കണ്ണൂരിലെ തീരങ്ങളിൽ എത്തുകയും അവിടെ നിന്നും കടൽ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യമൊന്നുമില്ല. ഇന്നും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും തുടർച്ചയായി ഈ പരിശോധന തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഴീക്കൽ പോർട്ടിൽ നിന്നും അവിടെ ഉണ്ടാകുന്ന ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെതുൾപ്പെടെയുള്ള സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ച് വരികയാണ്. അത്തരത്തിൽ ഈ തീരദേശവാസികൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം ഒന്നും തന്നെ നൽകിയിട്ടില്ല. എങ്കിൽ കൂടിയും കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് കണ്ണൂരിൻ്റെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ തീരദേശവാസികൾക്ക്, കണ്ണൂരിലുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. നിലവിലെ സമുദ്രത്തിൻ്റെ കറണ്ട്, അതിൻ്റെ ഒഴുക്കും ദിശയുമെല്ലാം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടെയ്നർ കരക്കടിയുകയാണെങ്കിൽ, കരക്കടിയാനുള്ള സാധ്യതയെ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അത് കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് തീരത്തേക്ക് എത്താനുള്ള സാധ്യത എന്നാണ് ഇന്നലെ അഴീക്കൽ പോർട്ടിൽ നിന്നുൾപ്പെടെ അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം. പക്ഷേ ഈ കപ്പൽ കമ്പനി ഉൾപ്പെടെ അവർ പ്രാഥമികമായി ഇപ്പോൾ പരിഗണന നൽകുന്നത് ഈ കണ്ടെയ്നറുകൾ കരയിലേക്ക് അടിയുന്നതിന് മുൻപേ തന്നെ അതിനിടയിൽ വെച്ച് അവയെ തടയാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ തീരദേശത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം